നമസ്കാരം. ഈ സോഷ്യൽ മീഡിയ തുറന്നാലും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ BJP വിരുദ്ധതയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു കടന്നുകയറ്റമാണ് മിക്ക സോഷ്യൽ മീഡിയ ചാനലുകളിലും. സത്യത്തിൽ എങ്ങനെയാണ് ഇത് പറയാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓരോരോ സംഭവങ്ങൾ നടക്കുന്നതേ. ഗുജറാത്തിൽ ഇന്നലെ ഒരു വൻ കോമഡി ഉണ്ടായി. കേരളത്തിലെ ആളുകൾ കാണുമ്പോഴാണ് കോമഡി ഉള്ളൂ, അവിടെയുള്ളവർ വളരെ പ്രിവിലേജ് ആയിട്ട് അതിരിക്കും ഇതെടുക്കുക, അറിയില്ല. ഗുജറാത്ത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വൻ തീരുമാനം എടുത്തിരിക്കുന്നു. തീരുമാനം, ഹിന്ദു പേരുകളുള്ള ഹോട്ടൽ മുസ്ലിം ഉടമസ്ഥതാവകാശത്തിൽ ഉള്ളതാണെങ്കിൽ അവിടെ ഇനി ഗുജറാത്ത് RTCയുടെ ബസ് നിർത്തത്തില്ല. ഉദാഹരണത്തിന് ലക്ഷ്മി എന്ന് പേരുള്ള ഒരു ഹോട്ടൽ വളരെ നാളുകളായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ ഓണറുടെ പേര് അഹമ്മദ് എന്നോ മുഹമ്മദ് എന്നോ ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ അവിടെ ഇനി ബസ് നിർത്തി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഗുജറാത്ത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചെയ്തു കൊടുക്കില്ല. ഇതൊക്കെ എന്ത് വിചിത്രവും കോമഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 27ഓളം ഹോട്ടലുകളാണ് ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നത് ഗുജറാത്ത് സർക്കാർ. അപ്പോൾ ഈ ഗുജറാത്തും UPയും എല്ലാം ഈ വലിയ രീതിയിലുള്ള ഈ മതപരമായിട്ടുള്ളൊരു ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. മോഡിയുടെ സർക്കാർ വലിയ രീതിയിലുള്ള ഒരു ആധികാരികതയോടൊന്നുമല്ല ഇത്തവണ ഈ ഒരു മൂന്നാം മോദി സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ധ്രുവീകരണങ്ങളും ഇത്തരത്തിലുള്ള വളരെ നിസ്സാരവൽക്കരിക്കപ്പെടേണ്ട കാര്യങ്ങളെല്ലാം ഒരു വാർത്തയാക്കി അല്ലെങ്കിൽ അതിന് എതിരെ ഒരു നിയമം കൊണ്ടുവന്ന് ഒരു ആക്ഷൻ എടുത്തൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ മോദിയും കൂട്ടരുമൊക്കെ ഒരല്പം വിജിലൻ്റ് ആവുന്നത് നല്ലതാണെന്നാണ് തോന്നുന്നത്. ഇനി ഈ വാർത്ത വീണ്ടും സ്പ്രെഡാകും. വലിയ രീതിയിലുള്ള മതപരമായിട്ടുള്ള ഒരു ധ്രുവീകരണത്തിന് ശ്രമിച്ചു എന്ന് പറയും. പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തെക്കൻ സംസ്ഥാനങ്ങൾ, കേരളം അടക്കമുള്ളിടത്തെല്ലാം ഇതൊരു വലിയ വാർത്തയായി തുടരും. ഗുജറാത്തിലൊക്കെ ഇങ്ങനെയാണ് ഈ വാർത്ത കൺസീവ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാണ്ട് പോകുന്നത്. ഒരുപക്ഷെ അവിടെയൊക്കെ ഇത് കയ്യടിയോടെ ആയിരിക്കും ആളുകൾ നോക്കിക്കാണുക. കാരണം ഗുജറാത്ത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഹിന്ദു പേരുള്ള ഒരു ഹോട്ടൽ മുസ്ലിം നാമധാരി നടത്തണ്ട, അങ്ങനെ നടത്തുന്നതിനെതിരെ വളരെ പ്രിവിലേജോടുകൂടി ഉള്ള ഒരു തീരുമാനമായിട്ടായിരിക്കും ചിലപ്പോൾ അവർ അതിനെ നോക്കിക്കാണുക. നമുക്ക് എങ്ങനെയാണ് അവരെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു സാമാന്യ ജനത്തിൻ്റെ ഒരു ബോധമൊന്നും അറിയത്തില്ലല്ലോ. ഈ സാമാന്യ ജനത്തിൻ്റെ ബോധം അവർ എങ്ങനെയാണ് വോട്ടിൽ പ്രതിഫലിപ്പിച്ചത് എന്ന് പോലും ഇപ്പോഴും നമ്മൾ തർക്കത്തിലാണ്. യഥാർത്ഥമായിട്ടുള്ള വോട്ടിംഗ് ആണോ, വോട്ടിങ്ങിൽ എന്തെങ്കിലും തിരിമറിയുണ്ടോ, അങ്ങനെ വലിയ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഈ മതേതര രാജ്യം ഒരു മിഥ്യയായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥം, എന്താണ് യാഥാർത്ഥ്യമല്ലാത്തത് എന്നൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിലാണ് പലതരത്തിലുള്ള കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പറയാതെ വയ്യ, ഇങ്ങ് തെക്കൻ സംസ്ഥാനമായ കേരളത്തിലിരുന്ന് ഇവിടെ BJP വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ പറ്റാതെ പോകുമ്പോൾ ഇവിടെ ഏത് രീതിയിലുള്ള നേതാക്കന്മാരെ കൊണ്ടുവന്നാലും, സുരേഷ് ഗോപി വന്നു. സുരേഷ് ഗോപി വന്നപ്പോഴും ചാരിറ്റി പ്രവർത്തനത്തിൽ, സാമൂഹ്യ സേവന രംഗത്തെല്ലാം സുരേഷ് ഗോപി വലിയ രീതിയിൽ ഒരു നല്ല ക്രെഡിബിലിറ്റി ഉള്ള ഒരാളായിരുന്നു കേരള സമൂഹത്തിൽ. അദ്ദേഹം കേരളത്തിലേക്ക് BJPയുടെ ഒരു മുഖമായി വരുന്നു. ട്യൂൺ മാറുന്നു, മാധ്യമങ്ങളോടുള്ള രീതി മാറുന്നു, സംസാരിക്കുമ്പോൾ അറിയാതെയോ അല്ലെങ്കിൽ വന്ന് തീർന്നേ മതിയാകൂ എന്നുള്ള മണ്ടത്തരങ്ങൾ വരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ കാര്യം ചോദിക്കൂ. അങ്ങനെ രസകരമായിട്ട് സുരേഷ് ഗോപിയും BJPയും എല്ലാം മുമ്പോട്ട് പോകുന്നുണ്ട്. സുരേന്ദ്രനാണെങ്കിലും വലിയ രീതിയിലുള്ള സംഭവങ്ങൾ, സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വന്നു. അങ്ങനെ BJP കലുഷിതമായി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പാലക്കാട് നഗരസഭയിലും വലിയ രീതിയിലുള്ള ചലനങ്ങളൊക്കെ ഉണ്ടാവുന്നതായി നാം ദൈനംദിന വാർത്താ മാധ്യമങ്ങളിൽ നിന്നെല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് ത്രിതല പഞ്ചായത്തും നിയമസഭാ ഇലക്ഷനും വരാനിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരം വാർത്തകൾ വീണ്ടും കേരളത്തിൽ ഒരു കാര്യം അരക്കിട്ടുറപ്പിക്കും എന്നുള്ളതിൽ സംശയമില്ല. BJP വിദൂരത്ത് തന്നെ. താമര വിരിഞ്ഞത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി ഒരു താമര പൊട്ട് പോലും വിരിയാതിരിക്കാൻ ഇത്തരം വാർത്തകളുടെ പ്രസരണം എന്തായാലും കേരളത്തിലെ വല്ലാതെ സ്വാധീനിക്കും എന്ന് നമുക്ക് പറയാതെ വയ്യ.